എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മഞ്ജു വാര്യരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ തൻ്റെ അഭിനയമൊക്കെ നിർത്തിപ്പോയി. ആ സമയത്ത് ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന ഒരു വാർത്ത ഇപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ ഭാര്യ മറ്റുള്ളവരെയൊക്കെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ദിലീപ് പറയുന്ന ഒരു ഇൻ്റർവ്യൂ വായിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ അഭിനയമെല്ലാം വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വേണ്ടാന്ന് വെക്കുകയായിരുന്നു. എന്നാൽ ദിലീപ് അഭിനയം നിർത്തിയില്ല. മറ്റുള്ള പെൺകുട്ടികളോടൊപ്പമൊക്കെ തന്നെ വീണ്ടും വീണ്ടും അഭിനയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ തന്നെ തിരിച്ചറിയുകയും വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴേക്കും ഇരുവരും തമ്മിലുള്ള വിവാഹ ബന്ധവും വേർപിരിഞ്ഞിരുന്നു. അഭിനയം മാത്രമേ തനിക്ക് അറിയുമായിരുന്നുള്ളൂ. എന്നിട്ടും വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അഭിനയത്തിൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ് മഞ്ജു വാര്യർ. ഈ ഓരോ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നിനു വേണ്ടിയിട്ടും അടിയറു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്ന വിവാഹ ബന്ധങ്ങളിൽ ഒരിക്കലും പെൺകുട്ടികൾ ചെന്ന് ചാടാതിരിക്കുക. അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും കൃത്യമായിട്ടും പാഠം പഠിച്ച് തനിക്ക് പറ്റുന്ന പാർട്ട്ണറാണെങ്കിൽ മാത്രം അവരെ സ്വീകരിക്കുക. പ്രണയം തലയ്ക്ക് പിടിച്ച് നമ്മൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ട് ജീവിതം നശിപ്പിച്ച് അവസാനം അതൊരു വിവാഹമോചനത്തിലെത്തി അപ്പോഴേക്കും നമ്മുടെ ജീവിതവും കരിയറുമൊക്കെ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് മാറരുത്. ചിന്തിച്ചു മാത്രം ഓരോ പെൺകുട്ടിയും തങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകം വിവാഹം അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക.